ശബരിമല യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ റിട്ട് ഹർജികൾ സുപ്രീംകോടതി ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷം മാത്രമേ റിട്ട് ഹർജികൾ പരിഗണിക്കുകയുള്ളൂവെന്ന് നവംബർ 13-ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ നാളെ പരിഗണിക്കാനായിരുന്നു കോടതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ കേസ് ജനുവരി 22 പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ സ്വദേശി വിജയകുമാർ, മുംബൈ സ്വദേശി ശൈലജ വിജയൻ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് എസ് ജയരാജ് കുമാർ എന്നിവരും അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടനയുമാണ് റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു. നവംബർ 13-ന് ഈ 4 റിട്ട് ഹർജികളും പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നിരീക്ഷിച്ചത്. അതിനാൽ തന്നെ ഫെബ്രുവരി 8-ന് മുമ്പ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഫെബ്രുവരി 8 എന്നത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് തീയതി മാത്രമാണ്. അതുകൊണ്ട് ഇത് അന്തിമമല്ല. അന്തിമ ലിസ്റ്റ് വരുമ്പോൾ ഈ തീയതി മാറാനും സാധ്യതയുണ്ട്. ജനുവരി 21 മുതൽ 24 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പേരില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 27 വരെ അവധി നീട്ടിയതായും ഇതിനിടെ സുപ്രീം കോടതി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫെബ്രുവരി 1 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ അഡ്വാൻസ് ലിസ്റ്റിൽ ശബരിമല പുനഃപരിശോധനാ ഹർജികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അഡ്വാൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേസ് പരിഗണിക്കെടുക്കില്ല എന്ന് തീർത്ത് പറയാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. യുവതീ പ്രവേശനത്തിനു പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ വിഷയത്തിൽ വിശദീകരണം നൽകാൻ ശബരിമല തന്ത്രിക്ക് ദേവസ്വം ബോർഡ് സാവകാശം നൽകി. നേരത്തെ നൽകിയ സമയപരിധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് 15 ദിവസം കൂടി നീട്ടി നൽകിയത്. ശബരിമലയിലെ തിരക്ക് പരിഗണിച്ച് സമയം നീട്ടി നൽകണമെന്ന് തന്ത്രി ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. 17-ന് ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത്. വിശദീകരണം കിട്ടിയ ശേഷമായിരിക്കും തന്ത്രിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ബോർഡ് തീരുമാനമെടുക്കുന്നത്. ബിന്ദു, കനകദുർഗ എന്നിവർ ശബരിമല ദർശനം നടത്തിയ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റെടുത്ത സമരങ്ങളൊക്കെയും പരാജയപ്പെട്ടതിനു പിന്നാലെ ശബരിമല കർമ്മസമിതി നടത്തിയ അയ്യപ്പ ഭക്തസംഗമവും ബിജെപിയെ തിരിഞ്ഞുകൊത്തുന്നു. അയ്യപ്പ ഭക്തസംഗമത്തിൽ അധ്യക്ഷനായ സ്വാമി ചിന്താനന്ദപുരിയുടെ പഴയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്ത്രീകൾ ആർത്തവകാലീനകൾ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശം കൊടുക്കണം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശം നൽകാത്തത് സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമാണ്. കാരണം സ്ത്രീ പുരുഷ സമത്വമാണ് ഭരണഘടന ഉറപ്പുതരുന്നത്. ശബരിമല യുവതി പ്രവേശന വിധി വന്നതിന് പിന്നാലെയുള്ള ആദ്യ പ്രസംഗമായിരുന്നു ഇത്. എന്നാൽ ഈ വിഷയത്തിൽ നിന്ന് സ്വാമി ചിദാനന്ദപുരി വീണ്ടും മലക്കം മറിയുകയായിരുന്നു. ശബരിമലയിൽ ആർത്തവാശുദ്ധിയുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്നും ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമത്തിന്റെയോ മറ്റേതിന്റെയോ പേരിലായാലും മാറ്റാൻ പാടില്ലെന്നുമായിരുന്നു ഇന്നലെ അയ്യപ്പ ഭക്ത സംഗമത്തിലെ ചിദാനന്ദപുരിയുടെ പ്രസംഗം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം തടയുന്നത് നിയമപരമായും വിശ്വാസപരമായും തെറ്റാണെന്നും ആരാധന സ്വാതന്ത്ര്യം മൗലികമായ അവകാശമാണെന്നും സ്ത്രീ പുരുഷ സമത്വവും ഭരണഘടനാ ഉത്തരവാദിത്വവുമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു വിവേചനം പാടില്ലെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. ബിജെപിയുടെ അയ്യപ്പ ഭക്ത സംഗമം സവർണ കൂട്ടായ്മയായെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് മഹാഭാഗ്യമായെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ഞാൻ മഹാഭാഗ്യമായി പോയി. ഭാഗ്യമല്ല, മഹാഭാഗ്യം. ഞാൻ പോയി കെണി വീണു പോയേനെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്നെ നല്ലപോലെ പ്രശ്നം ചെലുത്തി, എൻ്റെ ഭാര്യ ചെല്ലാൻ വേണ്ടി പ്രശ്നം ചെലുത്തി. ഒരുപക്ഷെ ഞാൻ ചെല്ലാൻ ഒത്തില്ലെങ്കിൽ ഞാൻ ഭാര്യയെങ്കിലും പറഞ്ഞുവിടണം എന്ന് വിചാരിച്ചു. കാരണം അമ്മയുണ്ട് എന്നും അമ്മ അവിടെ ഒരു ആത്മീയ പ്രഭാഷണം നടത്തുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരുന്നും പറഞ്ഞവരും എല്ലാവരും. എം നാഗേശ്വര റാവുവിനെ CBIയുടെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. CBI ഡയറക്ടറെ തീരുമാനിക്കാനുള്ള ഉന്നതതല സമിതിയിൽ അംഗമായതിനാലാണ് ചീഫ് ജസ്റ്റിസ് പിന്മാറിയത്. പുതിയ ബെഞ്ച് ജനുവരി 24-ന് ഹർജി പരിഗണിക്കും. അലോക് വർമ്മ നടപ്പിലാക്കിയ സ്ഥലം മാറ്റ ഉത്തരവ് പിൻവലിച്ച നാഗേശ്വര റാവുവിന്റെ നടപടിക്കെതിരെയാണ് CBI ഉദ്യോഗസ്ഥൻ AK ബസി സുപ്രീം കോടതിയെ സമീപിച്ചത്.
CBI ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിനെതിരായ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. പുതിയ CBI ഡയറക്ടറെ തീരുമാനിക്കാനായി ജനുവരി 24 വ്യാഴാഴ്ച ഉന്നതതല സമിതി യോഗം ചേരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. പ്രധാനമന്ത്രിക്ക് പുറമെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ടതാണ് ഉന്നതതല സമിതി. സന്നദ്ധ സംഘടനയായ കോമൺ കോസാണ് സുപ്രീം കോടതി ഹർജി ഫയൽ ചെയ്തത്. നാഗേശ്വർ റാവുവിന്റെ നിയമനം ചോദ്യം ചെയ്യുന്നതിന് പുറമെ CBI ഡയറക്ടറെ കണ്ടെത്തുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ആവശ്യവും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ജനുവരി 24 സുപ്രീം കോടതിയിൽ സീനിയോറിറ്റി രണ്ടാമതുള്ള ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. CBI ഇടക്കാല ഡയറക്ടറെ നിയമിക്കേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ്. എന്നാൽ നാഗേശ്വർ റാവുവിനെ നിയമിച്ചത് അങ്ങനെയല്ലാത്തതിനാൽ നിയമനം റദ്ദാക്കണമെന്നാണ് കോമൺ കോസിന്റെ ആവശ്യം. അലോക് വർമ്മയെ മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഡയറക്ടറായ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. അലോക് വർമ്മയുടെ ഭാവി നിശ്ചയിക്കാൻ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് പകരം ജസ്റ്റിസ് AK സിക്രിയാണ് യോഗത്തിനെത്തിയത്. യോഗത്തിൽ അലോക് വർമ്മയ്ക്കെതിരായ നീക്കത്തെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എതിർത്തിരുന്നുവെങ്കിലും ഭൂരിപക്ഷ തീരുമാനപ്രകാരം വർമ്മയെ നീക്കുകയായിരുന്നു. പുതിയ CBI ഡയറക്ടർ ഫെബ്രുവരി 1 മുതൽ ഔദ്യോഗിക പദവിയിലെത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചു. പൌരത്വം ഉപേക്ഷിച്ച് ചോക്സി തന്റെ പാസ്പോർട്ട് ആന്റിഗ്വയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു. വായ്പാ തട്ടിപ്പ് കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനാൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് പൌരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,000 കോടി രൂപ തട്ടിയ കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചത്. വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്റർപോൾ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനായുള്ള കേസ് ആന്റിഗ്വയിൽ തുടരുന്നതിനിടെയുമാണ് പൌരത്വം ഉപേക്ഷിച്ച ചോക്സിയുടെ നീക്കം. വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് ചോക്സി പൌരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന. പൌരത്വം ഉപേക്ഷിച്ച ചോക്സി തന്റെ ഇന്ത്യൻ പാസ്പോർട്ട് ആന്റിഗ്വയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു. ആന്റിഗ്വയിലെ പൌരത്വം നേടിയതിന് പിന്നാലെ 2 രാജ്യത്തെ പൌരത്വം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ചോക്സിയോട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇന്ത്യൻ പൌരത്വം ചോക്സി ഉപേക്ഷിച്ചതോടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനുള്ള സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു. വീഡിയോ കോൺഫറൻസിംഗ് വഴി അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ചോക്സി നേരത്തെ അറിയിച്ചിരുന്നു. ചോക്സിയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ അന്വേഷണ സംഘം ഈ സാധ്യത പരിശോധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് എത്തുന്നത് മോദി ഭയക്കുന്നുവെന്ന് NDA മുൻ ഘടകകക്ഷി ശിവസേന. വീണ്ടും ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് മോദിയെന്നും മുഖപത്രമായ സാമ്നയിലൂടെ ശിവസേന വിമർശിച്ചു. അതേസമയം പശ്ചിമബംഗാളിൽ BJP റാലിക്ക് എത്തുന്ന അമിത്ഷായുടെ ഹെലികോപ്റ്ററിന് മമതാ ബാനർജി അനുമതി നിഷേധിച്ചെന്ന് ആരോപണം. 22 പ്രതിപക്ഷ പാർട്ടികൾ ഐക്യത്തിലെത്തുന്നത് നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തുന്നുവെന്ന കടുത്ത വിമർശനവുമായാണ് മഹാരാഷ്ട്രയിലെ BJP മുൻ സഖ്യകക്ഷിയായ ശിവസേനയുടെ മുഖപത്രമായ സാമ്ന പുറത്തിറങ്ങിയത്. വീണ്ടും അധികാരത്തിലെത്തുമെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് മോദി. പക്ഷേ കേന്ദ്രം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനമാണെന്ന് ഓർക്കണമെന്നും സാമ്ന ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമബംഗാളിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള തർക്കം മുറുകുന്നു. പശ്ചിമബംഗാളിലെ മാൾഡ ജില്ലയിൽ നാളെ നടക്കുന്ന BJP റാലിയെ അഭിസംബോധന ചെയ്യാനെത്തുന്ന BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന് ലാൻഡിംഗ് അനുമതി മമതാ ബാനർജി സർക്കാർ നിഷേധിച്ചു. കൽക്കത്തയിൽ വിമാനമിറങ്ങുന്ന അമിത്ഷാ അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം മാൾഡയിലെത്താനായിരുന്നു തീരുമാനം. ഹെലികോപ്റ്ററിന് അനുമതി തേടി BJPയുടെ കത്ത് ലഭിച്ചുവെന്ന് മാൾഡ ജില്ലാ അധികാരികൾ സ്ഥിരീകരിച്ചു. എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഹെലിപാഡ് അടച്ചിട്ടതിനാൽ അനുമതി നൽകാനായില്ല. മമതാ ബാനർജിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരം നടപടിയെന്ന് BJP ആരോപിച്ചു. ബംഗാളിൽ ജനാധിപത്യം തകർച്ചയിലാണെന്നും അവർ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 10% സംവരണം നൽകിയില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുമെന്ന് ജാട്ടുകളുടെ ദേശീയ സംഘടന. 3 വർഷമായി സംവരണത്തിനായി പ്രതിഷേധിക്കുന്നുവെന്നും BJP സർക്കാർ ഈ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ജാട്ടുകൾ ആരോപിച്ചു. സംവരണ ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാത്ത തങ്ങളുടെ MPമാരെ ഷൂ അണിയിച്ച് മണ്ഡലത്തിലേക്ക് സ്വീകരിക്കുമെന്നും ജാട്ട് നേതാക്കൾ ദില്ലിയിൽ പറഞ്ഞു. 7 ദിവസങ്ങൾക്കകം സംവരണം ഉറപ്പു നൽകിയില്ലെങ്കിൽ ജാട്ടുകളേറെയുള്ള 131 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുമെന്ന അന്ത്യശാസനമാണ് ജാട്ടുകളുടെ ദേശീയ സംഘടന BJPക്ക് നൽകിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ ജാട്ട് ആരക്ഷൺ ബച്ചാവോ ആന്തോളൻ ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു നേതാക്കളുടെ അന്ത്യശാസനം.
3 വർഷമായി 10% സംവരണത്തിനായി സമരം ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യം പരിഗണിക്കാൻ ബിജെപിയോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ല. 2015 വെങ്കയ്യ നായിഡു അധ്യക്ഷനായ കമ്മിറ്റിയെ സംവരണ വിഷയം പഠിക്കാൻ നിയോഗിച്ചെങ്കിലും ഒരു യോഗം പോലും ചേർന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംവരണാവശ്യം പാർലമെന്റിൽ ഉന്നയിക്കാത്ത തങ്ങളുടെ എംപിമാരെ ഷൂവണിയിച്ച് മണ്ഡലത്തിലേക്ക് സ്വീകരിക്കും. 7 ദിവസത്തിനകം സംവരണം ഉറപ്പു നൽകിയില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ മായാവതിയെ പിന്തുണയ്ക്കാൻ ജാട്ടുകളോട് ആഹ്വാനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. 10% സാമ്പത്തിക സംവരണം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ജാട്ടുകൾ സംവരണാവശ്യം വീണ്ടും ശക്തമായി ഉയർത്തുന്നത്. ജനസംഖ്യയുടെ 3% മാത്രമാണ് ജാട്ടുകളെങ്കിലും 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാട്ടുകൾക്ക് നിർണായക സ്വാധീനമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംവരണം നൽകാമെന്ന ഉറപ്പിന്മേൽ ജാട്ടുകൾ ബിജെപിയെ പിന്തുണച്ചിരുന്നു. എന്നാൽ സംവരണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ബിജെപിയെ തോൽപ്പിക്കാൻ ഇറങ്ങുമെന്ന പ്രസ്താവന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മമതാ ബാനർജിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളും ദില്ലിയിൽ പ്രതിപക്ഷ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. അടുത്ത മാസം പകുതിയോടെ റാലി നടത്താനാണ് തീരുമാനം. എന്നാൽ ദില്ലിയിലും പഞ്ചാബിലും ഹരിയാനയിലും കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്നും ആം ആദ്മി തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി ഇതര പാർട്ടികളെ അണിനിരത്തി ശക്തി പ്രകടനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ലക്ഷ്യം. ദില്ലി രാംലീല മൈതാനിയിൽ അടുത്ത മാസം പകുതിയോടെ റാലി സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ കേജ്രിവാൾ ആരംഭിച്ചു. പ്രതിപക്ഷ നേതാക്കന്മാരെ ക്ഷണിച്ചു തുടങ്ങി. മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കൽക്കത്തയിൽ സംഘടിപ്പിച്ച റാലിയിൽ കേജ്രിവാൾ പങ്കെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ദില്ലിയിലും പ്രതിപക്ഷ റാലി. അതേസമയം കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് കേജ്രിവാൾ ഉള്ളത്. ദില്ലിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും പഞ്ചാബിലെ ആകെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലും ഹരിയാനയിലും ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കും. പഞ്ചാബിലെ സാങ്കൂറയിൽ സംഘടിപ്പിച്ച റാലിക്കിടെ കേജ്രിവാൾ ഇക്കാര്യം പ്രഖ്യാപിച്ചു. ഫരീദ്കോട്ട്, ഹോഷിയാർപൂർ, അമൃത്സർ, ആനന്ദ്പൂർ സാഹിബ് എന്നീ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. ദില്ലി നിയമസഭ ആം ആദ്മിയാണ് ഭരിക്കുന്നതെങ്കിലും പഞ്ചാബിൽ നിന്നു മാത്രമാണ് അവർക്ക് എംപിമാരുള്ളത്. ഇത്തവണ ദില്ലിയിലെ 7 സീറ്റിൽ 4-ലെങ്കിലും വിജയിക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് കേജ്രിവാൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർണാടകയിലെ റിസോർട്ടിൽ താമസിച്ചിരുന്ന എംഎൽഎമാർ തമ്മിലടിച്ചത് പരിഹരിക്കാനാവാതെ കോൺഗ്രസ്. വെള്ളിയാഴ്ച വരെ എല്ലാ എംഎൽഎമാരെയും റിസോർട്ടിൽ തന്നെ താമസിപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. തമ്മിലടിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എംഎൽഎ ആനന്ദ് സിംഗിന്റെ ഭാര്യ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആക്രമിച്ച എംഎൽഎ ജെ ഗണേഷ് പറഞ്ഞു. കർണാടകയിലെ സഖ്യ സർക്കാരിനെ വീഴ്ത്താൻ ബിജെപി നടത്തുന്ന നീക്കം തടയിടാൻ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ 3 ദിവസമായി സ്വന്തം എംഎൽഎമാരെ കോൺഗ്രസ് 2 റിസോർട്ടുകളിലായി പാർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ബഡദ്ഗിയിലെ ഈഗിൾട്ടൺ റിസോർട്ടിൽ താമസിച്ചിരുന്ന എംഎൽഎമാരായ ആനന്ദ് സിംഗ്, ഗണേഷ് എന്നിവർ തമ്മിലാണ് പോരടിച്ചത്. പരസ്പരം കൂറുമാറ്റം ആരോപിച്ചായിരുന്നു കയ്യാങ്കളി. ഇതിൽ ആനന്ദ് സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ബാത്റൂമിൽ വീണാണ് എംഎൽഎക്ക് പരിക്കുപറ്റിയെന്നാണ് കോൺഗ്രസ് ഭാഷ്യം. പക്ഷേ എംഎൽഎ ഗണേഷ് കുപ്പികൊണ്ടടിച്ചെന്ന് ആനന്ദ് സിംഗിന്റെ ഭാര്യ വെളിപ്പെടുത്തി. അക്രമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ആനന്ദ് സിംഗിന് നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടും പുറത്തുവന്നു. തമ്മിലടി കോൺഗ്രസിനെ നാണക്കേടിലാക്കി. ഇതേ തുടർന്ന് എല്ലാ എംഎൽഎമാരും വെള്ളിയാഴ്ച വരെ റിസോർട്ടുകളിൽ തന്നെ പാർപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഇന്ന് എല്ലാവരെയും മണ്ഡലങ്ങളിലേക്ക് തിരിച്ചയക്കാനാണ് നേരത്തെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരുന്നത്. കയ്യാങ്കളി ഉണ്ടായിട്ടില്ലെന്നും പരസ്പരം വാഗ്വാദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ആക്രമിച്ച എംഎൽഎ ഗണേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിൽ ദുഃഖമുണ്ട്. കുടുംബത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. കുടുംബം കേസിന് പോകുമെന്ന് വ്യക്തമാക്കിയതോടെ ഒത്തുതീർപ്പിനാണ് എംഎൽഎ ഗണേഷ് ശ്രമിക്കുന്നത്. അതേസമയം സംഭവം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ബിജെപി ശ്രമം ആരംഭിച്ചു. ജെഡിഎസ് കോൺഗ്രസ് സഖ്യ സർക്കാരിൽ എംഎൽഎമാർക്ക് പോലും ജീവന് ഭയമാണെന്ന് ബിജെപി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോട്ടയത്തിന് പുറമെ ഇടുക്കി സീറ്റും ഇത്തവണ കേരള കോൺഗ്രസിന് വേണമെന്ന് ജോസ് കെ മാണി. പി സി ജോർജിനെ യുഡിഎഫിൽ എടുക്കുന്ന കാര്യം അജണ്ടയിൽ ഇല്ലാത്തതാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം യുഡിഎഫിൽ ബഹുമാനായ വക്കീൽ ചെയർമാൻ തന്നെ അത് ചോദിച്ചിരുന്നത്. നമ്മൾ മുന്നോട്ട് വെച്ചത്, കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചത് കോട്ടയവും അതിനുശേഷം നമ്മൾ ഇടുക്കിയും. കൃത്യമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി അത് നമ്മൾ പല പ്രാവശ്യം പാർട്ടി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോട്ടയം സീറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് സീറ്റ് എന്നുള്ള കോട്ടയം സീറ്റ് ആയിരിക്കും. അതിന് പുറമെ അത് ചോദിച്ചിട്ടുണ്ട്, അത് ഇടുക്കി സീറ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുനമ്പം മനുഷ്യക്കടത്തിൽ 2ാമത്തെ ആൾ പിടിയിലായിരിക്കുന്നു. ദില്ലി അംബേദ്കർ നഗർ സ്വദേശി രവി സനൂപ് രാജയാണ് പിടിയിലായിരിക്കുന്നത്. ന്യൂസിലാൻഡിലേക്ക് പോകാൻ കേരളത്തിലെത്തി
തിരിച്ചു വന്നയാളാണ് രവി. രവിയെ പിടികൂടാൻ ഇന്നലെ രാത്രി മുതൽ പോലീസ് ശ്രമം ആരംഭിച്ചിരുന്നു. ദില്ലി സാകേത് കോടതി പരിസരത്ത് നിന്നാണ് ഇപ്പോൾ രവിയെ കേരള പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, വളരെ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രതിയും പിടിയിലായിരിക്കുകയാണ്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിന്ന് കേരള പോലീസ് നടത്തുന്ന രണ്ടാമത്തെ ആളെയാണ് കേരള പോലീസ് പിടികൂടുന്നത്. രവി സനൂപ് രാജ എന്ന പേരുള്ള ദില്ലി അംബേദ്കർ സ്വദേശിയായ വ്യക്തിയാണ് ഇന്ന് കേരള പോലീസ് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരുന്നു. ന്യൂസിലൻഡിലേക്ക് പോകാൻ കേരളത്തിലേക്ക് എത്തിയ ഇയാൾ പിന്നീട് പോകാൻ സാധിക്കാതെ തിരികെ ഡൽഹിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നുള്ള ഒരു നിർണായകമായ വിവരവും പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. 21ഓളം കേസുകളിലാണ് രവി സനൂപ് രാജ പ്രതിയായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ദില്ലിയിലെ സാകേത് കോടതിയിൽ ഹാജരാവാൻ വേണ്ടി എത്തിയതായിരുന്നു ഇയാൾ. കോടതിയിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തെ പിടികൂടിയതിൽ നിന്നും ഇവരുടെ കുടുംബത്തിൽ നിന്നും പല ആളുകളും ഇത്തരത്തിൽ ന്യൂസിലൻഡിലേക്ക് ഈ ജനുവരി 12-ന് പോയിട്ടുണ്ട് എന്നുള്ള വിവരവും നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ മാത്രമായി 21 കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. മോഷണ ശ്രമത്തിനുള്ള കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് ഇയാൾക്കെതിരെ ഉള്ളത്. മാല മോഷണ സംഘത്തിൽ അംഗമാണ് രവി എന്നും ദില്ലിയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ വൃത്തങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങളിൽ നിന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രവിയുടെ സഹോദരൻ ന്യൂസിലൻഡിലേക്ക് പോയതായും പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് പ്രഭുവിന്റെ കാര്യത്തിൽ പ്രഭുവിന്റെ ഭാര്യയും അതുപോലെ തന്നെ കുട്ടിയും വിദേശത്തേക്ക് പോയി എന്നാണ് മൊഴിയുണ്ടായിരുന്നത്. എന്നാൽ ഇവരുടെ രവി സനൂപ് രാജയുടെ കാര്യത്തിൽ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ഭാര്യ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഏതായാലും 21 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആലുവ SI ആയ സാബു മാത്യു അതുപോലെ തന്നെ മേരിദാസൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് രണ്ടാമത്തെ ആളെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രഭുവിനെ ഇവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ രണ്ടാളുകൾക്കും മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നിർണായകമായ ബന്ധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കേരള പോലീസ് കരുതുന്നത്. പ്രിയ ശരത്, അതായത് ഇയാളെ പിടികൂടാനായിട്ടുള്ള ശ്രമം ഇന്നലെ രാത്രി മുതൽ പോലീസ് ആരംഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരത് പറഞ്ഞതും അങ്ങനെയാണ്. ഇപ്പോൾ ഇയാളെ ദില്ലി സാകേത് കോടതി പരിസരത്ത് നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. അതായത് ഇയാൾ കോടതിയിൽ പോലീസ് പിടികൂടുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ എത്താനാണ് ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇത് പോലീസ് നേരത്തെ മനസ്സിലാക്കി അവിടെ എത്തുകയായിരുന്നോ? തീർച്ചയായും പ്രിയ, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രഭുവിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ ഒരു മൊഴി 230 ആളുകൾ ദില്ലിയിൽ നിന്നും ഇത്തരത്തിൽ ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി കേരളത്തിലെത്തിയിരുന്നു. എന്നാൽ 19 ആളുകൾക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങേണ്ടി വന്നു എന്ന് പ്രഭു കേരള പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയെ ആസ്പദമാക്കിക്കൊണ്ട് 19 ആളുകളെ കുറിച്ചുള്ള തിരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന്റെ ഭാഗമായി ആണ് രവി സനൂപ് രാജ എന്ന വ്യക്തിയും ഇത്തരത്തിൽ ന്യൂസിലൻഡിലേക്ക് പോകാൻ സാധിക്കാതെ തിരികെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഇയാളുടെ ഫോൺ നിരന്തരമായി ട്രാക്ക് ചെയ്യാൻ കേരള പോലീസ് ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഇയാൾ വിവിധ ദില്ലിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ടവർ ലൊക്കേഷനുകളിലൊക്കെ തന്നെ ഇയാളെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഇത്തരത്തിൽ ദില്ലി സാകേത് കോടതിയിൽ 21 കേസുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസിൽ ഹാജരാകുന്നതിനായി ദില്ലി സാകേത് കോടതിയിൽ എത്തുന്നു എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ഇതിനെ തുടർന്ന് കോടതി പരിസരത്തേക്ക് അന്വേഷണ സംഘം ചെല്ലുകയായിരുന്നു. അതിനെ തുടർന്ന് അവരെ പുറത്തേക്ക് വിളിക്കുകയും തുടർന്ന് പിടികൂടുകയുമായിരുന്നു ചെയ്തത്. ഏതായാലും 21 കേസുകളിൽ പ്രതിയായ ആളാണ് എന്നതിനാൽ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ ഇയാളുമായി രവി സനൂപ് രാജയുമായി സംസാരിച്ചപ്പോൾ തനിക്ക് പങ്കില്ല എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും പിന്നെ എന്തിനാണ് കേരളത്തിലേക്ക് പോയത് എന്നതിൽ കൃത്യമായ ഉത്തരം നൽകാൻ രവി സനൂപ് രാജയ്ക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇയാൾക്കും കാര്യമായ ഒരു പങ്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതേപോലെ തന്നെ ഇയാളുടെ കേസിന്റെ മുൻപുള്ള 21ഓളം കേസുകളുടെ ഒരു പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഈ പ്രഭുവിന്റെ അറസ്റ്റ് പോലെ തന്നെ ഏറെ നിർണായകമായ ഒരു അറസ്റ്റായി തന്നെ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു പിടികൂടലിനെയും കണക്കാക്കേണ്ടി വരും. ശരത്, ഇയാൾ ന്യൂസിലാൻഡിലേക്ക് പോകാൻ കേരളത്തിലെത്തി പിന്നീട് മടങ്ങി വന്നയാളാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ 230 ആളുകളായിരുന്നു ദില്ലി അംബേദ്കർ കോളനിയിൽ നിന്നും ഇത്തരത്തിൽ ന്യൂസിലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ച് തയ്യാറെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 19 ആളുകൾക്ക് ബോട്ടിൽ സ്ഥലമില്ലാത്തതിനെ തുടർന്ന്
തിരികെ മടങ്ങേണ്ടി വന്നിരുന്നു. ഇതിൽ പെടുന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന രവി സനൂപ് രാജ. പക്ഷേ ഇത് മനഃപൂർവ്വം ഈ ആളുകളെയൊക്കെ തന്നെ കയറ്റി അയക്കുന്ന സംഘത്തിന്റെ അംഗമാണോ അല്ല സ്ഥലമില്ലാത്തതിന്റെ ഭാഗമായി തിരികെ മടങ്ങിയതാണോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ മനുഷ്യക്കടത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു പങ്ക് ഇയാൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഇയാളുടെ കേസ് പശ്ചാത്തലമാണ്. 21ഓളം കേസുകളിൽ പ്രതി, അതുപോലെ തന്നെ മാലമോഷണ സംഘത്തിൽ അംഗമാണ് ഇയാൾ. ഈ ഇത്തരത്തിൽ നേരത്തെ നമ്മൾ പീപ്പിൾ TV തന്നെ നേരത്തെ രവി, ശ്രീകാന്ത്, ശാന്തകുമാർ തുടങ്ങിയ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ 3 പേരും ഇതേ രീതിയിൽ ഒരു കൊള്ളസംഘം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അവരൊക്കെ തന്നെയും ഇത്തരത്തിൽ ചെയിൻ സ്നാച്ചിങ് ടീമിന്റെ ഭാഗമായി രാജസ്ഥാനിൽ ഉൾപ്പെടെ പിടിയിലായവരാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഇയാൾക്കും ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 വ്യക്തികൾക്കും തമ്മിലുള്ള ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത്. ആ രീതിയിലൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ന്യൂസിലൻഡിലേക്ക് പോകാൻ പറ്റാത്തയാൾ മാത്രമായി രവി സനൂപ് രാജയെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായും ശരത് അത് തന്നെയാണ്. ഇപ്പോൾ ശരത് പറഞ്ഞു ഈ രവി എന്ന് പറയുന്ന ആളുടെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അയാളിൽ നിന്നും ഉണ്ടായതെന്ന്. എങ്കിൽ പോലും ഇപ്പോൾ ഈ മനുഷ്യക്കടത്തിലെ പ്രധാന ആളല്ല എങ്കിലും ഇതിൽ പോകാൻ സ്ഥലമില്ലാതെ തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇയാൾക്ക് ഇതിന്റെ ആദ്യഘട്ടം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് തന്നെ വേണ്ടേ വിചാരിക്കാൻ? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില സൂചനകൾ, പ്രഭുവിനെ അറസ്റ്റ് ചെയ്തത് മുതൽ ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് 1.5 മാസം മുൻപ് ബോട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചു, പോകാനുള്ള ബോട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ 2 മാസം മുൻപായിരുന്നു ആസൂത്രണം നടത്തിയത്. ഇവയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ പ്രഭുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇനി ഏതായാലും പോലീസ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത് ഇവരുടെ 2 മൊഴികളും പരസ്പര പൂരകങ്ങളാണോ എന്നുള്ളത് സംബന്ധിച്ച് തന്നെയായിരിക്കും. ആ രീതിയിൽ കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടാകും. കൂടുതലായി ഈ ആസൂത്രണം മറ്റു രീതിയിൽ ഇയാളുടെ ഭാഗത്തുനിന്ന് ഇയാൾ ആരെയെങ്കിലും ഇത്തരത്തിൽ ഇത്തരത്തിൽ ന്യൂസിലൻഡിലേക്ക് കടത്താൻ ആളുകളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പരിശോധിക്കും. നേരത്തെ പ്രഭുവിന്റെ കാര്യത്തിൽ പ്രഭു ഇത്തരത്തിൽ വീട്ടുകാരോട് ഇത്തരത്തിലുള്ള ഒരു സൂചന, ഞാൻ പോകുന്നു എന്നുള്ള സൂചന നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ, അതായത് രവി സനൂപ് രാജയുടെ അമ്മയെയും ഭാര്യയെയും കണ്ട് സംസാരിച്ചപ്പോൾ രവി സനൂപ് രാജയുടെ ബന്ധുക്കൾ പറയുന്നത് ഇത്തരത്തിൽ താൻ വിദേശത്തേക്ക് പോകുമെന്നതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇയാൾ കേരളത്തിലേക്ക് പോയത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതിനാൽ തന്നെ കേരളത്തിലേക്ക് പോയത് കൃത്യമായി ഇതിന്റെ ഈ ഒരു മനുഷ്യക്കടത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കാനാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യക്കടത്തിൽ 2ാമത്തെ ആള് പിടിയിലായിരിക്കുകയാണ്. ദില്ലി അംബേദ്കർ നഗർ സ്വദേശി രവി സനൂപ് രാജയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ന്യൂസിലാൻഡിലേക്ക് പോകാൻ കേരളത്തിലെത്തി തിരിച്ചു വന്നയാളാണ് ഇയാളെയാണ് ഇപ്പോൾ പോലീസ് ദില്ലി സാകേത് കോടതി പരിസരത്ത് നിന്നും പിടികൂടിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത്.